പ്രഭാഷണം കേട്ടാൽ മതി, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരും. കുട്ടികൾക്ക് ദിശാബോധം, ലക്ഷ്യബോധമില്ല. MBA പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ലക്ഷ്യബോധമില്ല. എന്തോ ഡിഗ്രിക്ക് പഠിക്കുന്നു, MBAക്ക് പഠിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ലക്ഷ്യബോധമില്ലാത്തൊരു തലമുറയായിട്ട് മാറുന്നു. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, മഹത്വമായൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. നമ്മുടെ വീട്ടിൽ മഹത്വമായ മാതൃക നമ്മൾ ആവുന്നുണ്ടോ ചോദിക്കണം. ആദ്യം നമ്മൾ എഴുന്നേറ്റിട്ട് ഒന്ന്, നവരാത്രിയാണ്, നമ്മളെ വീട്ടിലൊരു മാറ്റം ഉണ്ടാവണം. ഒന്ന് അടുക്കി വെച്ച് വൃത്തിക്ക് വെച്ച് എഴുന്നേറ്റ് കുളിച്ച് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ നമ്മൾ ചെയ്ത ദേവി, നിങ്ങളൊന്നും വായിക്കാതിരിക്കുവല്ല വേണ്ടത്, നല്ലോണം വായിക്കണം. എന്ത് വായിക്കണം? ദേവി സ്തുതികൾ വായിക്കണം. നാളെ അക്ഷരമൊന്നും വായിക്ക് കാണാനേ പറ്റൂല. അങ്ങനെയാണോ? നമ്മൾ ആചാര്യന്മാരെ പൊട്ടത്തിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നാളെ അക്ഷരങ്ങൾ വായിക്കാതിരിക്കണം വേണ്ടേ? നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ചെയ്യുന്നത് നിർത്തി ഒരു 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 സ്റ്റോപ്പാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിലേക്ക് കൂടുതൽ ഉപാസനയായിട്ട് പോവാ. ഉപാസന എന്താണ്? ഉപആസനെ, ഭഗവാനോട് അടുത്തിരിക്കുക, ദേവിയോട് നമ്മൾ അടുത്തിരിക്കുക. ഈ മൂകാംബിക ദേവിയോട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ കൂടി അടുത്തിരിക്കണം. ചുണ്ടിൽ എന്താണ്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് 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 വൈകിട്ടാകുമ്പോഴത്തേക്കും ഒരു 10,000 നാമങ്ങൾ നമ്മൾ ചൊല്ലണം. മറ്റുള്ള വാക്കുകൾ പരമാവധി ഉപേക്ഷിക്കുക. എങ്ങനെ? ആൾക്കാരെ കുറിച്ചിട്ടും 2 ദിവസം സീരിയൽ കാണിക്കാൻ പറ്റുമോ? എന്റെ സാറേ, വെറുതെ വേറെ എന്ത് അത്ഭുതം സാധിക്കും. മൊബൈലിൽ കുറച്ചെങ്കിലും ഒന്ന് അടക്കി വെക്കാൻ പറ്റുമോ നോക്കിയാൽ നല്ലത്. ഇല്ലെങ്കിൽ മൊബൈൽ കാണുന്നതിൽ കുറച്ചും കൂടി എന്താണ്, ദൈവത്തിന്റെ കാര്യങ്ങൾ കേൾക്കാനോ, പാട്ട് എന്താണ്, ഭജൻസോ കാര്യങ്ങളൊക്കെ കേൾക്കാനോ, സ്തുതികൾ കേൾക്കാനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ദേവി പൂജ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ പുസ്തകം കൊടുത്ത് റെസീറ്റ് മേടിച്ച് പൈസയും കൊടുത്ത് മറ്റന്നാൾ വന്നിട്ട് അത് എടുത്ത് കുറച്ച് നിർമ്മാണ പ്രസാദവും വാങ്ങിയിട്ട് ശാപ്പിട്ടിട്ട് പോകേണ്ട സാധനമല്ല. ആണോ അല്ലയോ? നമ്മളിൽ പരിവർത്തനം വരണമെങ്കിൽ, ആ ഭഗവാൻ നമ്മളിൽ വരണമെങ്കിൽ ഭഗവാനിലൂടെ നമ്മൾ വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി തന്നിട്ടുണ്ട്. എന്താണത്? നാമസങ്കീർത്തനം, യസ്യ സർവ പാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിബലം. ഭാഗവതം മുഴുവനായിട്ടും പറഞ്ഞിട്ട് അവസാനം നമ്മളോട് പറയാണ്, നമുക്ക് എന്തേ കലികാലത്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മഹാമായ പ്രഭാവേന എന്നിലും നിങ്ങളിലൊക്കെ എന്തുണ്ട്? ഈ മഹാമായയുടെ പ്രവൃത്തിയുണ്ട്. അവളാണ് ഈ ചെയ്യുന്ന മുഴുവൻ. അവളുടെ ഈ പ്രവർത്തനത്തിൽ നമ്മളിങ്ങനെ വീണ് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചുണ്ടിൽ എന്ത് ചെയ്യട്ടെ? നവാക്ഷരി മന്ത്രം. അതാവാത്ത ആൾക്കാർ എന്ത് ചെയ്യും? എന്തെങ്കിലൊക്കെ ഒരു മന്ത്രം, ഇഷ്ടപ്പെട്ട മന്ത്രം എന്ത് ചെയ്യട്ടെ? നാവില് ഇന്ന് ഇവിടുന്ന് പോകുമ്പോ മുതൽ ഒരു പ്രതിജ്ഞ എടുക്കണം. വിജയദശമി വരെ ഞാൻ എന്ത് ചെയ്യും? പരമാവധി ആ അമ്മയിലേക്ക്, ബാക്കിയൊക്കെ എന്ത് സംഭവിക്കട്ടെ, ഞാൻ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവണം.